ഓണത്തിന് വേണ്ടി ഞാൻ വാങ്ങിയ കുറച്ച് നൈറ്റി മെറ്റീരിയൽ നിങ്ങൾക്ക് കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് നൈറ്റി മെറ്റീരിയൽ കണ്ടു നോക്കിയാലോ. ഇതാണ് ആദ്യത്തെ മെറ്റീരിയൽ. ഇത് കോട്ടൺ അല്ല, ഇത് റയോൺ മെറ്റീരിയലാണ്. കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ അതേ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഉണ്ടോ, വയലറ്റ് കളറാണേ. ഇതിൽ ഏതാ കളറ് കൃത്യമായി കാണുന്നുണ്ടോ അറിയില്ല. അപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഇതുപോലത്തെ ടോപ്പ് ഞാൻ ഇതുപോലെയുള്ള തുണി കൊണ്ടാണ് തയ്ക്കുന്നത്. ഇത് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ഡിസൈനും ഇതേപോലെയുള്ള തന്നെയാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് പിന്നെ ഒരെണ്ണം മാത്രം ഇനി ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോയി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരെണ്ണം മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കോട്ടൺ ആണ്. അപ്പോൾ ഇത് അടുത്തത്, ഇത് അജ്രക്ക് വർക്കിൽ വരുന്ന മെറ്റീരിയലാണ്. ഇത് ഉപയോഗിച്ചിട്ടും ടോപ്പ് തയ്ക്കാം. ഇത് മനസ്സിലാവുകയും ചെയ്യില്ല, ഇത് നൈറ്റി മെറ്റീരിയൽ ആണെന്നൊന്നും മനസ്സിലാവുകയും ചെയ്യില്ല. ഇത് നൈറ്റി ആയാലും ടോപ്പായാലും തയ്ക്കാം ഇത് ഉപയോഗിച്ചിട്ട്. അതുപോലെ ഇതും കോട്ടൺ തന്നെയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കോട്ടൺ ആണ്. റെഡ് കളർ തന്നെയാണ്. അതുപോലെ ഇതും അജ്രക്ക് വർക്കിൽ വരുന്നതാണ്. നല്ല മെറ്റീരിയലാണ്, നല്ല കോട്ടൺ, പ്യുവർ കോട്ടൺ ആണ്. ഇത് അതുപോലെ തന്നെ ടോപ്പ് തയ്ക്കാൻ നല്ലതാണ്, നല്ല ഭംഗിയുണ്ടാവും ഇതിനെ കൊണ്ട് ടോപ്പ് തയ്ച്ചാൽ. അതുപോലെ ഇതും റെഡ് തന്നെ കുറേ എണ്ണം വാങ്ങിയിട്ടുണ്ട്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ കുറേ എണ്ണം എടുത്തു. റെഡ് നല്ലുണ്ട് ഇത് കാണാൻ. ഇതും അതുപോലെ ടോപ്പ് തയ്ക്കാൻ എടുക്കുക. ഞാൻ ഇതുപോലെ നല്ല പാറ്റേൺ നോക്കിയിട്ടാണ് ടോപ്പ് തയ്ക്കാൻ എടുക്കൽ. ഇത് നൈറ്റി ആയാലും ടോപ്പായാലും നല്ല ഉണ്ടാവും. അതുപോലെ ഇതും റെഡ് തന്നെ കുറേ ഉണ്ട് വാങ്ങിയിട്ട്. റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതും റെഡാണ്. റെഡും ഒരു ബ്ലാക്കും വൈറ്റും അങ്ങനെയുള്ളൊരു ഡിസൈൻ. അത് നല്ല ഉണ്ടാവും. അത് ടോപ്പ് തയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നൈറ്റിക്കായിരിക്കും നല്ലത്. അപ്പം ഇത് നല്ല കോട്ടൺ ആണ്, നല്ല പ്യുവർ കോട്ടൺ ആണ്. വേണ്ട, നല്ല തുണിയാണ്, ഒന്നും പോവില്ല, എപ്പോൾ ഇതുമാതിരി തന്നെ ഉണ്ടാവും. ഇത് ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് തയ്ക്കാം, അല്ല നൈറ്റി ആണെങ്കിൽ നൈറ്റിയും തയ്ക്കാം. അതുപോലെ ഇതെല്ലാം പണ്ടേ വരുന്ന മോഡലാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതലുള്ള കസ്റ്റമേഴ്സ് എല്ലാം എൻ്റെ അമ്മേൻ്റെ പ്രായമുള്ളവരാണ്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടത് മറ്റേ ചുരുക്കില്ലേ, ഇത് പ്ലീറ്റഡ് നൈറ്റിയില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടത് അതാണ്. അതുകൊണ്ട് ഞാൻ അവർക്കും കൂടെ പറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ എടുക്കൽ. കണ്ടോ, ഇതൊരു നീലയാണേ, ഡാർക്ക് ബ്ലൂ. ഇതിൽ കളറ് വ്യത്യാസമായിട്ടാണ് കാണുമെന്ന് തോന്നുന്നു. അതെല്ലാം നൈറ്റി അടിക്കാൻ പറ്റിയതാണ്. ഇത് വേണമെങ്കിൽ ടോപ്പ് അടിക്കാം. കണ്ടോ, ഇതും ഡാർക്ക് ബ്ലൂ ആണ്, പക്ഷേ ഇതിൽ കളറ് ശരിക്കും കാണുന്നുണ്ടോ അറിയില്ല. ഇതും നൈറ്റി അടിക്കാം, ടോപ്പ് അടിക്കാം. ഇതിന് ഈ കളറ് പാൻറ്റും ഉണ്ടെങ്കിൽ ടോപ്പ് അടിക്കാം. അതുപോലെ ഇത് ടോപ്പ് അടിക്കണം, പറ്റൂല. ഇത് നൈറ്റിക്ക്. ഇതും ബ്ലൂവും ഒരു വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളറ്, അങ്ങനെയുള്ളൊരു ഡിസൈനാണ്. കണ്ടോ, ഇത് നൈറ്റിക്കാണ്. ഇത് പക്ഷെ ഞാൻ ചിലപ്പോൾ നൈറ്റി എന്ന് വിചാരിച്ചെടുത്ത് ചിലവർ അത് കാണുമ്പം പറയും അത് ടോപ്പ് അടിച്ചാൽ മതി. അതാണ്. ഇതുണ്ടോ, ഇത് നല്ല കോട്ടൺ തന്നെ. ഇതും നൈറ്റിക്കാണ്. ഇത് വൈറ്റാണ്, വൈറ്റും റെഡും. നല്ല കോട്ടൺ തന്നെ. ഇത് നല്ല തുണി കണ്ടതുകൊണ്ടാണ് ഇതെല്ലാം എടുത്തത്. തിരഞ്ഞെടുക്കണം, കുറേ സമയം വേണം, അതാണ് പാട് സമയം എടുക്കും തിരഞ്ഞെടുക്കുമ്പോൾ.
ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. മഞ്ഞ, അതിൽ കളറ് കുറച്ച് വ്യത്യാസമാണെന്ന് തോന്നുന്നു. ഇതും ടോപ്പ് അടിക്കാൻ പറ്റും, നല്ല ഉണ്ടാവും ടോപ്പ് അടിച്ചാൽ. ഇനി അടുത്തത് ഇത് ഇത് നേരത്തെ കണ്ടതിൻ്റെ കളർ ചേഞ്ച്. നേരത്തെ ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ ആണ് നേരത്തെ കണ്ടത്. ഇത് അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ്. ഇത് നൈറ്റി അടിക്കാനാണ്. ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് അടിക്കാം, അത് ഓരോരാളെ ഇഷ്ടം പോലെ. അപ്പം ഇത് നേരത്തെ കണ്ടതിൻ്റെ വേറെ കളർ ചേഞ്ച്. ഇത് നല്ല കോട്ടൺ, നല്ല സുഖമുണ്ട് ഇത് പിടിക്കാൻ. എന്താ, ഇത് നൈറ്റി വേണമെങ്കിൽ നൈറ്റി അടിക്കാം, അല്ലെങ്കിൽ ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് അടിക്കാം. അമ്മമാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് ഞാൻ, അവർക്ക് ഒരേ ഷെയ്ഡാണ് അധികം ഇഷ്ടം. അതായത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പൂക്കളില്ലത്, അങ്ങനെയുള്ള ഇതൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവർക്ക് അധികം വലിയ എന്താ പറയുക, ഇപ്പോഴത്തെ ഡിസൈനൊക്കെ ഇല്ലേ, അതൊന്നും അവർക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല. അവർ പറയും കുഞ്ഞു പൂവല്ലത് മതി എന്ന് പറയും. കുഞ്ഞു ഡിസൈൻ, കുഞ്ഞു കുഞ്ഞു ഡിസൈൻ. അല്ല, ഇത് നല്ല ഭംഗിയുണ്ട്. ഇതൊരു കോഫി കളർ, അങ്ങനത്തെ ഒരു കളറാണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഇത് ഒരു ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ, അങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഇത് ടോപ്പ് അടിക്കാൻ പറ്റുമോ? വേണമെങ്കിൽ അടിക്കാം. അതുപോലെ ഇത് കണ്ട, വൈറ്റ് അധികം വേണ്ടാന്ന് പറയും അമ്മമാരായതുകൊണ്ട്. അവർ പറയും വീട്ടിൽ നിന്ന് പണിയെടുക്കുമ്പോൾ വേഗം ചളിയാവും, അതുകൊണ്ട് വൈറ്റ് വേണ്ട. അതുകൊണ്ടാണ് ഇതുപോലത്തെ ഇല്ല കളർ എടുക്കുന്നത് അധികം. കണ്ടോ, ഇതൊരു യെല്ലോ, പിന്നെ ഒരു കോഫി കളറ്, പിന്നെ ഒരു ഓഫ് വൈറ്റ്, അങ്ങനെയൊക്കെ കൂടിയ കളറാണ്. അതുപോലെ ഇത് ഏകദേശം എല്ലാം ഒന്നിൻ്റെ കളർ ചേഞ്ച് തന്നെ എടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ കണ്ടതിൻ്റെ വേറൊരു കളർ ചേഞ്ച്. ഇതും വേണമെങ്കിൽ ടോപ്പ് അടിക്കാം, ടോപ്പ് അടിക്കുന്നവരും ഉണ്ട്. ഇതുപോലെ വലിയ ഫ്ലവർ ഇങ്ങനെ ഡിസൈനുള്ളത് ടോപ്പ് അടിക്കുന്നവരും ഉണ്ട്. ഇത് വൈറ്റും യെല്ലോയും പിന്നെ എന്തെല്ലോ കളറുണ്ട്. യെല്ലോ ആണെന്ന് പറയാനും പറ്റൂല, അങ്ങനത്തെ ഒരു കളർ. അത് വെച്ചിട്ടും ടോപ്പ് അടിക്കുകയാണെങ്കിൽ. അടുത്തത് ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ഇതും ടോപ്പ് അടിക്കാൻ എടുക്കുക, അതുപോലെ നൈറ്റി അടിക്കാനും എടുക്കുക. നല്ല കോട്ടൺ ഇത് കേട്ടോ. ഇതിൻ്റെ തന്നെ 2-3 ഡിസൈൻ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തത് ഇത് ഇപ്പോൾ കാണിച്ചതിൻ്റെ വേറെ കളർ ചേഞ്ച് ഉണ്ടാ, നല്ല ഭംഗിയുണ്ട് ഇത്. ഇനി അടുത്തത് ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെയും കുറേ കളർ ചേഞ്ച് ഉണ്ട്, അപ്പോൾ അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതേ മെറ്റീരിയൽ തന്നെ നമ്മൾ ടോപ്പ് അടിക്കാൻ വേണ്ടി വാങ്ങൂലേ, അപ്പോൾ അതൊരു 99 മീറ്ററിന് 99 എന്നുള്ള റേറ്റിൽ ഇമ്മാനുവലിന് കഴിഞ്ഞ ആഴ്ചയൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. ഇതന്നെയല്ല, ഇതും ഞാൻ ടോപ്പ് തയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അജ്രക്കിൻ്റെ വർക്കിലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.